ഹലോ. അപ്പേ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ മക്കൾ ഭയങ്കര ഹാപ്പി പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരെ കസിൻസൊക്കെ വീട്ടിൽ വന്നേണേ. അപ്പോൾ അവർ കളിക്കാൻ കൂട്ടുകാരെ കിട്ടുക എന്നുള്ള അവരിപ്പോഴത്തെ ഈ പ്രായത്തിൽ അവരെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം അവർ ഇതേ കണ്ടില്ലേ എന്ത് സന്തോഷമാണ് അവർ കളിക്കുന്ന കാണാൻ, മോളും മോനും ഒക്കെ. അപ്പോൾ നമുക്കും തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം മക്കൾ വീട്ടിൽ വരിക, അവർക്കും വല്ലതും അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായി എന്നെ സംബന്ധിച്ചിട്ടോ. അപ്പോൾ എൻ്റെ ചെറുതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒന്നും ഉറക്കവുമില്ല ഊണുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥ എൻ്റെ ചെറുതിനടക്കം. കാരണം അത്രയും സന്തോഷത്തിലാണ് അവർ കളിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കും തന്നെ മനസ്സും നിറയും വയറും നിറയുന്ന അവസ്ഥയാണ്. കാരണം അവരും രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊന്നും പിള്ളേരില്ല. അതുകൊണ്ട് തന്നെ കളിക്കാനൊന്നും പുറത്ത് ഞാൻ അധികം പോവാറില്ല. എൻ്റെ മക്കൾ, മോന് ട്യൂഷന് സ്കൂള്, അവൻ്റെ മറ്റ് 2 ക്ലാസ്സുകളായിട്ട് അവൻ അങ്ങനെ പോകും. മോക്കാണെങ്കിൽ ചിലപ്പോൾ ഞായർ മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ. അതുകൊണ്ടും തന്നെ അവർ കളിക്കാനും അവർക്ക് ആളുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കസിൻസ് വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇവരെ ഒരു മനസ്സ് നിറഞ്ഞുള്ള ചിരി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എത്ര ലോങ് എൻ്റെ നാട്ടിലേക്ക് പോയാലും ഈ ഒരു സന്തോഷം എനിക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളെ സന്തോഷം എത്രത്തോളം, എൻ്റെ മക്കളെ മാത്രമല്ല കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മക്കളും നമ്മൾ നാട്ടിൻപുറത്ത് നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം തന്നെ നമ്മളെ മക്കൾക്ക്, അവർക്ക് അവരെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയാതെ. അവൻ്റെ കളിപ്പാട്ടങ്ങളായ വണ്ടികൾ, ബോൾസ് എല്ലാം അവർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവർ കളിക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് അവർ എന്ത് കളിച്ചാലും അതിന് കേടെടുത്തിയാലും അവന് പ്രശ്നമില്ല. കാരണം അവരെ കിട്ടുക എന്നാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടം. അപ്പോൾ അവരായിട്ട് കളിക്കുന്നത് കണ്ടില്ലേ നമ്മളെ മക്കൾ. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മക്കളൊക്കെ ഒരു അവസ്ഥ പൊതുവേ എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ലേ. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളൊരു ഇതാണ്. കാരണം അവർക്ക് ആളില്ല. അവർ ഈ പ്രായത്തിൽ അവരെ കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ രീതിക്ക് ഇറങ്ങി നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. അത്രയ്ക്ക് ഇവരെ ഒരു ഇത് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ വേണം അവർക്ക് മനസ്സിലാക്കാനും അവരെ കൂടെ കളിക്കാനും എല്ലാത്തിനും ആ പ്രായത്തിലുള്ള മക്കൾ തന്നെ അവർക്ക് വേണം. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഒറ്റപ്പെട്ട് മക്കളുണ്ടാവും. എന്നാലും പുറത്തൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവരെ പുറത്ത് കൊണ്ടുപോകും. അവരെ മൈൻഡ് ശരിയാക്കാൻ ചില ദിവസമൊക്കെ ഡോക്ടർമാർ പറയും ചില മക്കളൊക്കെ ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കുക, അവർ ഒന്നിനൊരു ഒരു ഉത്സാഹമില്ലാത്ത പറയണത് ഇതൊക്കെ തന്നെ ആവൂലേ. ഡോക്ടേഴ്സ് പറയുന്നത് ഈ ഒരു കാരണം അവർക്കൊരു എണ്ണത്തോണം ഇല്ലാതെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കുട്ടികളെ കളിക്കും. നമ്മളൊക്കെ പ്രായത്തിൽ അപ്പുറം ചാടി ഇപ്പുറം ചാടി അങ്ങോട്ട് നമുക്ക് ഒത്തിരി കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് അതിന് സമയവും ഇല്ല. മക്കൾക്ക് ആരും കമ്പനി കൂടാനും ഉണ്ടാവില്ല. എൻ്റെ കയറിയല്ലോ ഞാനൊക്കെ ഒത്തിരി ഫ്രണ്ട്സുണ്ട്. എനിക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയില്ല പകലുമില്ല, ഞാനൊക്കെ ഒത്തിരി കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇത് നമുക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഇതൊക്കെ നമ്മൾ മക്കൾക്ക് കഴിയുന്നതും നമ്മൾ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന എൻ്റെ ഒരു എനിക്ക് തോന്നിയ പേഴ്സണലായിട്ടായാലും എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം. ഇതിന് യോജിക്കുന്നതുകൊണ്ടും ഉണ്ടാവും, യോജിക്കാത്തവരും ഉണ്ടാവും കേട്ടോ. ചിലർ മക്കളെന്നെ കളിക്കാൻ വിടാത്തവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരതാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇതിൽ ആരും കയറി പിടിക്കൊന്നും വേണ്ടേ. ഞാൻ ചെറിയൊരിത് പറഞ്ഞു എന്നുള്ളൂ. അതിന് അയ്യൊരു ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട വിട്ടേക്കുക. അപ്പോൾ ഞാൻ മക്കളെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ എൻ്റെ കുട്ടികളുടെ സന്തോഷം ഇത്ര തന്നെയുള്ളൂ. ആരെയും കാണുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുടെ സന്തോഷം എത്രയെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും.